ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം രാവിലെ ഒരു മോർണിംഗ് റൈഡിന് പോകണം കേട്ടോ. വേറെ വല്ല അമ്മ വീട് വരെയാണ് പോകുന്നത്. ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് പോയിട്ട് വരാം. അപ്പം എൻ്റെ സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ ചെല്ലണം, പോയിട്ട് തിരിച്ചു വരണം. പിന്നെ പള്ളി പരിപാടികൾ സൺഡേ ആണ്. അപ്പം അതിൻ്റേതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പോരും കേട്ടോ. ചെറിയൊരു പോകും. തിരിച്ചു വന്നിട്ട് വേണം വണ്ടി കൊണ്ട് കഴിയും. വണ്ടി ആകപ്പാട അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. ഫുൾ അവസ്ഥ മോശമാണ്. ചെളി പിടിച്ച് ആകപ്പാട സീനായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കണം. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ മീറ്ററും കൂടെ ഒന്ന് സെറ്റാക്കണം. ഞാൻ തന്നെ ഒന്ന് അയച്ച് പണിതാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയൊക്കെയല്ല ഓരോ കാര്യം പഠിക്കുന്നത് അല്ലേ. അതിൻ്റെയാണ് എൻജിൻ ലൈറ്റ് വാണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം മേടിച്ചിട്ട് ഞാൻ തന്നെ മാറാൻ പോകണം. എന്തായാലും ഈ ഒരു സ്പോട്ടിലേക്ക് മഞ്ഞാണ് രാത്രി. ഇതിൻ്റെ ഫീലാണ് അറിയാം. ജസ്റ്റ് ഈ ഇലയിലോട്ടൊക്കെ നോക്കിയാൽ അതുകൊണ്ടോ ഇലയൊക്കെ കാണുന്നുണ്ടോ മഞ്ഞ് പിടിച്ച് അതുകൊണ്ട് ഇത് നടക്കുന്നത് ശരിക്കും അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് രാത്രി ഇതിൽ വരുമ്പോഴല്ലോ കൈസിന് വീണ്ടും ചായ്പിൽ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. എൻ്റെ ആദ്യത്തെ ഫോണിൻ്റെ ആദ്യത്തെ അല്ല, ഞാൻ കാശ്മീർക്ക് മേടിച്ച ആദ്യത്തെ ഫോണാണ്. സാംസങ്ങിൻ്റെ A6+ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരാൾ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കൈസ് ഇതാണ് എൻ്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ കേട്ടോ. ഞങ്ങളുടെ ആൻറ്റി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. ഹുവാവേ ഇതൊക്കെയാണ് പറയുന്നത് പേര്. അതിൻ്റെ ഒരു ഫോണായിരുന്നു കേട്ടോ. ഇതിപ്പോഴും ഇത് ഞാൻ ഇടയ്ക്ക് സ്കൂട്ടറിൽ വീണ സമയത്ത് എൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. ഇത്ര അങ്ങനെ പോയി. ആദ്യം ഇച്ചിരി ഉള്ളായിരുന്നു, പിന്നെ ഫുള്ളായിട്ട് പോയി. അതിൽ പിന്നെയാണ് ഞാൻ മാറ്റിയത് കേട്ടോ. അതുവരെ ഞാനിതാണ് യൂസ് ചെയ്തത്. ഭയങ്കര ഹാങ് ആകുന്ന ഫോണാണ്. ഏതാണ്ട് 16 GB ഇൻറ്റേർണലൊക്കെ ഉള്ളൂ. മെമ്മറി കാർഡൊക്കെ യൂസ് ചെയ്യായിരുന്നു. അന്നത്തെ എൻ്റെ മെയിൻ ഫോണായിരുന്നു കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നപ്പോഴൊക്കെ യൂസ് ചെയ്തിരുന്ന ഫോൺ. ഫ്രണ്ട് ക്യാമറ ഇല്ല, ബാക്ക് ക്യാമറയാണ്. ഇതിലെടുത്ത ഫോട്ടോസൊക്കെ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ ജസ്റ്റ് കാണിക്കാവേ. പിന്നെ നൈസ് ഫോണായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ മാത്രമുള്ളായിരുന്നു. ഞങ്ങൾ ഈ ഏരിയയിൽ ഇതുപോലെ ഒരു സ്മാർട്ട് ഫോണൊക്കെ കേട്ടോ. വേറെ ഒറ്റ പിള്ളേരയിലില്ലായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ മറ്റേ നമ്മുടെ മിനി മിൽറ്റിയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഈ ഫോണിലൊക്കെയായിരുന്നു എൻ്റെ കൂട്ടുകാർ. ഓർക്കുന്നുണ്ടോ അവന്മാരൊക്കെ? ആർക്കറിയാം. ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. പെണ്ണുപോലെ സൂക്ഷിക്കുന്നു. പിന്നെ ആരെടുത്ത് വെളി വെച്ചെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ മെമ്മറി കാർഡുണ്ട്, അതിവിടെ കിടക്കുന്നുണ്ടോ. മറ്റേ മനോരമയുടെ അന്നത്തെ ഒരു സമയത്ത് enderdeal.com എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പത്രത്തിനകത്ത് വരുന്നത്. ആ ഒരു പരിപാടിയിലൂടെ ഞാൻ വാങ്ങിച്ച ഇതാണ് കേട്ടോ. മെമ്മറി കാർഡിനൊക്കെ റേറ്റ് കുറച്ച് ചിലത് മിസ് കിട്ടുമായിരുന്നു. ഓഫർ പ്രൈസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ച മെമ്മറി കാർഡാണ്. ഒന്നിപ്പോഴും എൻ്റെ ഫോണിൽ തന്നെ കിടപ്പുണ്ട്. ഒന്നിതായിരുന്നു കേട്ടോ. തോഷിബ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നു. 8 GB. ഇതിനൊക്കെ 8 GB മെമ്മറി കാർഡിനൊക്കെ എന്നാ റേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ ഒരു വാല്യൂ പോലും ഇല്ല. ഫോണിൽ ഓൾറെഡി ഇൻറ്റേർണൽ മെമ്മറി ഉണ്ടല്ലോ. നല്ല നൊസ്റ്റു ഗൈസ്. ജീവ എന്ന നന്മമരം ഒരപ്പത്തിനതിൽ വിശന്ന് വന്നതാണ്. അപ്പോൾ പുള്ളിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. വേണ്ട കേട്ടോ, ജീവ കൊടുക്കുന്നുണ്ടോ ഗൈസ്? ജീവ എന്ന നന്മമരം ഗൈസ്. അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. സൺഡേ അല്ലേ, ഒന്ന് കറങ്ങാം. പിന്നെ ദോശക്കടയുണ്ട് കോട്ടയത്ത്. ദോശക്കട പോയി ജീവയ്ക്ക് കുറച്ച് ദോശയൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ആൻറ്റിയുടെ വീട് വരെ ഒന്ന് പോകണം. കൊച്ചിനെ കണ്ടിട്ട് കുറേ ദിവസം എന്നൊക്കെയാണ് ജീവ പറഞ്ഞത്. അതുകൊണ്ട് ജീവയെ ഒന്ന് ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊച്ചിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് ജീവ ഒരുങ്ങിയുള്ള റെഡിയായിട്ട് തന്നെ പുറകെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേണ്ടേ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. എനിക്കാണിന്ന് ഫുൾ മടുപ്പായിരുന്നു. ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു മൂഡില്ല അങ്ങോട്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കറങ്ങാമെന്ന് വിചാരിച്ചു. പറ്റുകയാണെങ്കിൽ ലുലുവിലും ഒന്ന് കയറണമെന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി എടുക്കാം, പോയേക്കാം. കേട്ടോ താക്കോല് താഴെ പോയി. അമ്മേ ഞാനോ ഏതെങ്കിലും ഒക്കെ ഇട്ടോണ്ട് വാ. ഞാനില്ല ഈ സാധനം ചെരുപ്പിട്ടേക്കുന്നു. രാത്രിയൊക്കെ ആര് കാണാനല്ലേ. അതിന് കാലൊന്നും ആരും നോക്കട്ടെ. ഗായ്സ്, ലുലുവിലോട്ട് പോകാനുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. നമ്മൾ പെട്ടിരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. ഈ സൈഡാ നല്ലത്. ലുലു
നല്ല പല ആള് പൊടി. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് പോവാ. എന്റെ ഫുള്ളൊരു കുണ്ടിന്റെ ലൈറ്റ്. ഞങ്ങളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ കണ്ടതിൻ്റെ സ്നേഹപ്രകടനമാണ് പക്രു. ഇതാണ് അവൻ്റെ പരിപാടി. കണ്ടോ ഇങ്ങനെ നമ്മളൊന്ന് കൈയൊക്കെ കൊടുത്ത് ഒന്ന് നക്കിച്ച് കഴിയുമ്പോൾ അവൻ ഓക്കെ ആവും. മതി മതി എഴുന്നേറ്റ് എഴുതി മതി 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 എടീക്ക് ബാ 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 മതി. ഓ തൊട്ട് ഞാൻ ആ മതി 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 വാ പോ. സ്ഥിരം പരിപാടി കേട്ടോ അത് ശീലമായി പോയി. വേണ്ട എന്ത് എല്ലാവരും ഡെയിലി വ്ളോഗ് ആക്കണം. ക്ലീനിങ് ആണോ ഇവിടെ? എന്ത് ബേബി അറിയുമല്ലോ ചേച്ചി. ഞങ്ങളുണ്ട്. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. ചേച്ചി ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നൈറ്റ് റൈഡൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ കോട്ടയത്ത് ഒരു കടയിൽ പോയി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചാൽ. ദോശക്കട ഉണ്ട് കേട്ടോ, കിടിലൻ ദോശയാണ്. അപ്പോൾ ഞാനും കൂട്ടാനൊക്കെ ഇടയ്ക്ക് പോയി കഴിക്കാറുള്ളൂ. അപ്പോൾ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ പോയത്. പക്ഷേ പരിപാടി നടന്നില്ല. കട ഇന്ന് അടച്ചിട്ടേക്ക് വരുന്നു കേട്ടോ. സാധനം സൺഡേ ഉള്ളതാണ്. പക്ഷേ എന്തോ പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്. ജീവ സങ്കടത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ജീവയ്ക്ക് ഞാനൊരു ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചു കൊടുത്ത് ആശ്വസിപ്പിക്കുമായിരുന്നു ഗൈസ്. പിന്നെ അമ്മയുടെ സ്വന്തം ദോശ, എന്തോ ഒരു ദോശയാണ്. അപ്പമാണോ? അപ്പം ടി വിക്കകത്ത് കിട്ടുന്നുണ്ടോ? അപ്പവും പിന്നെ ഏതാണ്ട് എന്തൊരു സാധനം, അപ്പവും ബീഫും ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട്. ഇവിടെ നമ്മുടെ ടി വിയിൽ ലൈവ് പോകുന്നുണ്ട് നമ്മുടെ പരിപാടി കേട്ടോ. കണ്ടോ സെറ്റ് ബ്യൂട്ടിഫുൾ ഗേൾ, ദി വേസ്റ്റ് ഓഫ് ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.